നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഇറാൻ പുറപ്പെടുവിച്ച പുതിയ നോട്ടം, അതായത് നോട്ടീസ് ടു എയർമെൻ, അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദക്ഷിണ ഇറാനിലെ വ്യോമപാതകളിൽ റോക്കറ്റ് വിക്ഷേപണം ലക്ഷ്യമിട്ട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി കേവലം ഒരു സൈനിക അഭ്യാസം എന്നതിലുപരി വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. ശനിയാഴ്ച പുലർച്ചെ 3:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നിലനിൽക്കുന്ന ഈ ജാഗ്രതാ നിർദ്ദേശം ആ മേഖലയിലൂടെ കടന്നു പോകുന്ന സിവിൽ വിമാനങ്ങളെയും മറ്റ് വിദേശ കപ്പലുകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. ഈ നീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതിന്റെ സമയക്രമം തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവികസേന നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണിത് സംഭവിക്കുന്നത് എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. കൂടാതെ റഷ്യയുമായി ചേർന്ന് നടത്താനിരിക്കുന്ന സംയുക്ത നാവിക അഭ്യാസം പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയും ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാന്റെ സമുദ്ര അതിർത്തിക്ക് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന സമയത്ത് തന്നെ റഷ്യയുമായി കൈകോർക്കുന്നത് തങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ശക്തരായ സഖ്യകക്ഷികൾ ഉണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വായിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങൾ ആഗോള വിപണിയെയും അതുപോലെ തന്നെ എണ്ണ വിലയെയും നേരിട്ട് ബാധിക്കുമെന്നതിനാൽ തന്നെ ലോകം വലിയ ആശങ്കയോടെ തന്നെയാണ് ഈ റിപ്പോർട്ടുകളെയൊക്കെ നോക്കിക്കാണുന്നത്. അവിടെ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും നമ്മുടെ അടുക്കളയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. എന്തായാലും അമേരിക്കൻ വ്യോമയാന മന്ത്രാലയം നോട്ടീസിനെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഇപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. മേഖലയിൽ വിമാനങ്ങൾ പറത്തുന്നത് അപകടകരമാണെന്ന സൂചനയാണ് ഇതിലൂടെ നൽകപ്പെടുന്നത് എന്ന കാര്യവും മനസ്സിലായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായ കൈപ്പിഴകളും അബദ്ധങ്ങളും ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടിയാണ് ഇപ്പോൾ അവര് സ്വീകരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായ നടപടികൾക്ക് തടയിടാനുള്ള ഒരു പ്രതിരോധ കവചം അല്ലെങ്കിൽ ഡിറ്ററൻസ് ആയിരിക്കാമെന്ന് സൈനിക നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. അമേരിക്ക ഏത് നിമിഷവും ആക്രമണം നടത്തിയേക്കാം എന്ന ഭീതി നിലനിൽക്കുമ്പോൾ തന്നെ സ്വന്തം അതിർത്തിക്കുള്ളിലെ റോക്കറ്റ് വിക്ഷേപണങ്ങൾ വഴി തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതായത് ഇറാനും യുദ്ധത്തിന് തയ്യാറാണ് എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. എന്തായാലും റഷ്യയുടെ പങ്കാളിത്തം ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്ന് പറയാതെ വയ്യ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആഗോള ശീതയുദ്ധം വീണ്ടും പശ്ചിമേഷ്യയിൽ നിഴലിൽ വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റഷ്യൻ നാവികസേനയുമായുള്ള ഇറാന്റെ സഹകരണം മേഖലയിൽ ഒരു പുതിയ ശക്തി സന്തുലനം സൃഷ്ടിക്കാൻ കാരണമാകുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ സംയുക്ത അഭ്യാസം നടന്നുകൊണ്ടിരിക്കെ തന്നെ റോക്കറ്റ് വിക്ഷേപണത്തിനായുള്ള ജാഗ്രതാ നിർദ്ദേശം വരുന്നത് അത് വെറും ഒരു പരിശീലനം മാത്രമല്ല, മറിച്ച് തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. തങ്ങളെ വളയാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാൻ സജ്ജമാണ് എന്ന പ്രഖ്യാപനമാണ് ടെഹ്റാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ നോട്ടം പുറപ്പെടുവിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ തീവ്രത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും ഈ ഒരു അവസരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ചെറിയൊരു പിഴവ് പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇറാന്റെ റോക്കറ്റ് വിക്ഷേപണങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ നീക്കങ്ങളും എങ്ങനെയായിരിക്കും എന്നത് ലോക സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. യുദ്ധം ഒരിക്കലും പരിഹാരമല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയും വേണം. എന്തായാലും ഇറാനും റഷ്യയും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസങ്ങൾ കേവലം ഒരു സൈനിക അഭ്യാസം എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കുറിക്കുന്ന ഒന്ന് തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും സൈനികമായിട്ട് പരസ്പരം സഹകരിക്കാൻ തയ്യാറാണ് എന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം പോലും. റഷ്യയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ഇറാന്റെ മിസൈൽ ശേഷിയുള്ള ബോട്ടുകളും ഒരുമിച്ച് അണിനിരക്കുന്നത് മേഖലയിലെ ശക്തി പ്രകടനം തന്നെയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും ഒമാൻ ഉൾക്കടലിലുമാണ് സാധാരണയായി ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ നടക്കാറുള്ളത്. ലോകത്തെ പ്രധാനപ്പെട്ട വ്യാപാര പാതകളിൽ ഒന്നായ ഇവിടെ റഷ്യയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിന്റെയും അതുപോലെ തന്നെ ഏകപക്ഷീയമായ ഇവരുടെ ആധിപത്യത്തിന് വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്നതും ഇവിടെ മനസ്സിലാക്കണം. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക എന്ന പേരിലാണ് ഈ നീക്കങ്ങളെങ്കിലും പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. ഈ അഭ്യാസത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക വിദ്യകളും യുദ്ധതന്ത്രങ്ങളും സജീവമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ, അതുപോലെ കടൽ കൊള്ളക്കാരെ നേരിടൽ, ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ പ്രതിരോധത്തിലാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഇവർ സംയുക്തമായി പരിശീലനവും നടത്തുന്നു. ഇറാന്റെ ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും അത് ആധുനികീകരിക്കുന്നതിലും റഷ്യൻ സഹായം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്.
എന്തായാലും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന അതീവ ജാഗ്രതാ സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് അമേരിക്കയ്ക്ക് നൽകുന്ന നേരിട്ടുള്ള മറുപടിയായിട്ട് തന്നെ കാണണം. തങ്ങളുടെ അതിർത്തിക്കടുത്ത് വിദേശ സേനകൾ സാന്നിധ്യം അറിയിക്കുന്നത് ഇറാൻ വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയെ പോലൊരു വൻ ശക്തിയെ കൂട്ടുപിടിക്കുന്നത് ഇറാന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഈ സംയുക്ത നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിലും യാതൊരുവിധ തർക്കവും വേണ്ട എന്ന കാര്യമാണ് പറയാനുള്ളത്. അമേരിക്കയെ പോലെയുള്ള ഒരു വൻ ശക്തി ഇത്തരം സൈനിക നീക്കങ്ങളോട് പ്രതികരിക്കുന്നത് പ്രധാനമായും 3 തലങ്ങളിലൂടെയാണ്. ആദ്യത്തേത് നയതന്ത്രപരമായ സമ്മർദ്ദം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ നീക്കത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ കൊണ്ടുവരികയും സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു രീതി. രണ്ടാമത്തേത് ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ തന്നെയാണ്, അവരുടെ സ്ഥിരമായുധം. സൈനിക നീക്കം നടത്തുന്ന രാജ്യത്തിന്റെ വിദേശ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ബാങ്കിംഗ് ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ അമേരിക്ക ശ്രമിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ആക്രമണം നേരിടുന്ന രാജ്യത്തിന് അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകി പിന്തുണയ്ക്കുന്ന രീതിയും അമേരിക്ക ഇവിടെ സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യമാണ് പറയാനുള്ളത്. ഇവിടെ അയൽ രാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സമ്മിശ്രവും എന്നാൽ ആശങ്കാകുലരാണ് എന്നും മനസ്സിലാക്കാം. ഒരു സൈനിക നീക്കം നടക്കുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇത് അയൽ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെയും അവരുടെ ക്രമസമാധാന നിലയെയും തന്നെ ബാധിക്കും. കൂടാതെ യുദ്ധം സ്വന്തം അതിർത്തിയിലേക്ക് വ്യാപിക്കുമോ എന്ന ഭയം കാരണം പല അയൽ രാജ്യങ്ങളും അവരുടെ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിക്കുകയും അതുപോലെ അതീവ ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യവും വരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ചില അയൽ രാജ്യങ്ങൾ മധ്യസ്ഥയ്ക്ക് ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതെങ്കിലും ഒരു പക്ഷം ചേരാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും നമുക്ക് ലഭ്യമല്ല എങ്കിലും അവരെല്ലാവരും ആശങ്കാകുലരാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ആഗോളതലത്തിൽ ഇത്തരം സംഘർഷങ്ങൾ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നതാണ് സത്യം. പ്രധാനമായും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളിലാണ് എങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുത്തനുയരും. റഷ്യ ഉക്രൈൻ യുദ്ധം നമുക്കറിയാലോ. ഇത് ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കത്തെയും സാധന സാമഗ്രികളുടെ വിലയെയും ബാധിക്കും. കൂടാതെ ഓഹരി വിപണിയിൽ വലിയ ഇടിവ് സംഭവിക്കാനും നിക്ഷേപകർ പിൻവാങ്ങാനും ഇത്തരം സൈനിക നീക്കങ്ങൾ കാരണമാകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നടക്കുന്ന സൈനിക നീക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതിഫലിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എങ്ങനെ ഈ പ്രശ്നം അവസാനിപ്പിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അവസാനിക്കുകയാണല്ലോ വേണ്ടത്. ഇത്തരം സങ്കീർണമായ സൈനിക നീക്കങ്ങളും അന്താരാഷ്ട്ര തർക്കങ്ങളും അവസാനിക്കുന്നത് സാധാരണ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ മാത്രമായിരിക്കില്ല, മറിച്ച് പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇവിടെ സംഭവിക്കുന്നത്. നയതന്ത്രപരമായ ചർച്ചകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നാണ് പറയാനുള്ളത്. യുദ്ധം കൊണ്ട് മാത്രം ഒരു പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇരുപക്ഷവും മൂന്നാമതൊരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെയോ മധ്യസ്ഥതയിൽ ചർച്ചയ്ക്ക് തയ്യാറാകുകയാണ് പതിവ്. ഇത്തരം ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനും അതുപോലെ പരസ്പരം സമ്മതത്തോടെയുള്ള കരാറുകളിൽ ഒപ്പിടാനും രാജ്യങ്ങൾ നിർബന്ധിതരാകും. സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാറുണ്ട്. അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾ ഏർപ്പെടുത്തുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തുമ്പോൾ സൈനിക നീക്കം തുടരുന്നത് അപ്രായോഗികമാണ് എന്ന് അവർക്ക് തോന്നാവുന്നതാണ്. അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിനകത്തു നിന്നുണ്ടാകുന്ന ജനകീയ പ്രതിഷേധങ്ങളും ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകും. യുദ്ധം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ സാധ്യതയുമുണ്ട്. ഇത്തരം ആഭ്യന്തര സമ്മർദ്ദങ്ങൾ സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ഭരണാധികാരിയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സൈനികമായ തിരിച്ചടികൾ തന്നെയാണ്. ലക്ഷ്യം വെച്ചതുപോലെ വേഗത്തിൽ വിജയം നേടാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ വലിയ തോതിൽ സൈനിക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് ബുദ്ധിയാണെന്ന് രാജ്യങ്ങൾ തീരുമാനിച്ചേക്കാം. യുദ്ധം നീണ്ടു പോകുന്തോറും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇപ്പൊ ഉക്രൈന് സംഭവിച്ചതൊക്കെ അതാണ് കേട്ടോ. അയൽ രാജ്യങ്ങളുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണ നഷ്ടപ്പെടുന്നത് ഏത് രാജ്യത്തെയും പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അല്ലെ. അവസാനം മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ഒരു പുതിയ അതിർത്തി നിർണയമോ അല്ലെങ്കിൽ സ്വയം ഭരണാധികാരമുള്ള കരാറുകളോ ഉണ്ടാക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വിരാമം ഇടാറുമുണ്ട്. എന്തായാലും ഇവിടെ എന്താണ് പ്രായോഗികമെന്ന് മനസ്സിലാക്കി റഷ്യയും അതുപോലെ റഷ്യ ഒപ്പം നിൽക്കുന്ന ഇറാനും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന അമേരിക്കയും ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കുകയാണ്
ലോക സമാധാനത്തിനും ഗുണം ചെയ്യുക. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താ കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.